പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവ്യ നന്ദുവിനോട് പറയുന്നത്, മോളെ നിന്നെയും ഇനി അനന്തപുരി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അനിയുടെ അമ്മക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ എനിക്കും അഭിക്കും ഒട്ടും താല്പര്യമില്ല. ഈ നിൽക്കുന്ന നയന മാത്രം നന്മമരമായതുകൊണ്ട് തന്നെ അവളെല്ലാം തന്നെ അവിടെ സഹിച്ച് പിടിച്ചു നിൽക്കും. ഇവളുടെ ഭർത്താവിൻ്റെ കാര്യം തന്നെ നിനക്കറിയാലോ. ആ കാര്യം ഈ ലോകത്ത് ഇവൾ പകരം മറ്റേതെങ്കിലും പെണ്ണാണെങ്കിൽ അത് സഹിക്കുമായിരുന്നോ? അതുപോലും അവൾ സഹിച്ചു. അതുകൊണ്ട് അവൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തം ഭർത്താവ് ഇത്രയും വൃത്തികെട്ട തെറ്റ് ചെയ്തിട്ട് പോലും ഇവൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്ന സമയത്ത് തന്നെ നന്ദു പറയുന്നുണ്ട്, നയനേച്ചി അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ത്യാഗം ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് ആദർശേട്ടനും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ കുടുംബം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് തന്നെ നവ്യക്ക് ദേഷ്യം വരട്ടെ. നവ്യ ചോദിക്കുന്നുണ്ട്, നീ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇതൊന്ന് അതിന് മാത്രം എന്ത് ത്യാഗം അയാൾ ചെയ്തു എന്നാ നീ ഈ പറഞ്ഞു വരുന്നത്? ഇനിയിപ്പോൾ ചന്തുമോള് മറ്റാരുടെങ്കിലും കുഞ്ഞാണോ? അതാണോ നീ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അത് വിട്ടു പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല എന്ന് പറയാണ് നന്ദു. നവ്യ പറഞ്ഞത്, അതെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ തുറന്നു പറയണം. അല്ലാതെ അയാൾ വലിയ പുണ്യാളനാണ്, അയാൾ വലിയ ത്യാഗം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ വെട്ടി തുറന്നു പറയാതെ ഇങ്ങനെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഏതായാലും പോവാണ്. അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും മാത്രമേ ചേരത്തുള്ളൂ. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നല്ലോ. എന്തായാലും നിന്റെ വിവാഹ നിശ്ചയം പറഞ്ഞതുപോലെ തന്നെ നടക്കണം. അതിലൊരു മാറ്റവും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നവ്യ അവിടെ നിന്നും പോകുന്നത്. നവ്യ പോയതിനു ശേഷം നന്ദു പറഞ്ഞിട്ട്, നവ്യച്ചിയുടെ ഈ രീതിയിലുള്ള സംസാരമെല്ലാം കേൾക്കുന്ന സമയത്തിന് സത്യമെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവും. കാരണം അത്രത്തോളം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം നായന അതിനെ തടഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, വേണ്ട മോളെ, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നായന പോവും. നന്ദുവിന് ആകെ വിഷമമായിരിക്കട്ടോ. കാരണം നന്ദു വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അനിയായിരിക്കും. അനി ബിസിനസ് എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അനിയുടെ കമ്പനി ആയിരിക്കട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ലാഭം കിട്ടുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ ബ്രാഞ്ചിനേക്കാളും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അനിയുടെ ബ്രാഞ്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജർ വന്ന് കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്തിന് അനിക്കും അത് ഒരുപാട് സന്തോഷമായിരിക്കും. ഇതെല്ലാം തന്നെ അനിസർ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്, അനിയുടെ കഴിവാണെന്ന് പറയുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, ആ നേട്ടം ഒരിക്കലും എൻ്റെ തലയിലായിട്ട് മാത്രം വെക്കണ്ട. എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള നേട്ടത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഇങ്ങനൊരു നേട്ടമുണ്ടായത്. സ്വർണത്തിന് ഇത്രയും റേറ്റ് കൂടിയ സമയത്തിന് സാധാരണക്കാർക്ക് പോലും സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്കീമുകളൊക്കെ ഞാൻ കൊണ്ടുവന്നു. അതേതായാലും ഫലം കണ്ടു എന്ന് മാത്രമേ. അതുകൊണ്ട് തന്നെ ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതവും അതിൻ്റെ നേട്ടവും എന്നോടൊപ്പം നിന്ന് ചേർന്ന് നിന്ന് സ്റ്റാഫുകൾക്കെല്ലാം തന്നെ ഉണ്ടാവും. നമുക്ക് ഏതായാലും ഇതൊന്ന് ആഘോഷിക്കണം. ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് സ്റ്റാഫുകളെല്ലാം തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്നൊക്കെ പറയണം നീ. ആ മാനേജർക്കും ഒരുപാട് സന്തോഷമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആദർശ് സാറും ഒരുപാടധികം സന്തോഷത്തിലാണെന്നിങ്ങനെ അനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആ ഒരു മാനേജർ. ഇതേ സമയത്ത് തന്നെ അനന്തപുരിയിലും എല്ലാവരും ഇതേ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷമായിരിക്കും. അനിയുടെ സങ്കടങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവിടെയും അവൻ്റെ കഴിവ് അവൻ തെളിയിച്ചിരിക്കുന്നു. അനിയുടെ കഴിവ് കണ്ട് എല്ലാവരും തന്നെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. മുത്തശ്ശൻ പറഞ്ഞിട്ട്, അവൻ മനസ്സറിഞ്ഞിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയും. ആദർശ് പറഞ്ഞിട്ട്, ഇനിയും അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവനക്ക് കുറച്ചും കൂടെ അധികാരങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കണമെന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഈ ഒരു വാക്കും കേട്ടുകൊണ്ട് തന്നെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജയുടെ കൂടെ തന്നെ അഭിയും ഉണ്ടായിരിക്കും. ജലജ പറഞ്ഞിട്ട്, അത് നേരാ, കുറച്ചും കൂടെ അധികാരങ്ങളൊക്കെ ഇവനും കൊടുക്കണം. അല്ലാതെ ഇവനെ വെറും ഒരു സ്റ്റാഫായിട്ട് ഇങ്ങനെ ഇരുത്തിയാലൊന്നും ഒരിക്കലും ശരിയാവില്ല. അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട്, അതിന് ഇവൻ്റെ കാര്യമല്ല ഇവിടെ സംസാരിച്ചത്, അനിയുടെ കാര്യമാണ്. അനിക്ക് കുറച്ചും കൂടെ അധികാരങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അഭിക്കും ജലജക്കും ഭയങ്കര സങ്കടമായിരിക്കട്ടോ. ജലജ പറഞ്ഞിട്ട്, അതേ ആയിക്കോട്ടെ, അവൻക്ക് ഇനി കുറച്ചും കൂടെ അധികാരങ്ങളങ്ങ് കൂട്ടിക്കൊടുക്ക്. ഒരു ജ്വല്ലറി കൊടുത്തു, എന്നിട്ട് അതിൽ നിന്നും തരം താഴ്ത്തി വെറും ഒരു സ്റ്റാഫാക്കി. എനിക്കറിയാം എൻ്റെ മകനായതുകൊണ്ട് നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എൻ്റെ മകൻ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജയുടെ സങ്കടം പറയും. അന്നേരം ആദർശ് പറഞ്ഞിട്ട്, അവനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് ഏത് രീതിയിൽ ചെയ്യുമെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിൻ്റെ അകത്ത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് അനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനിയെ കാണുന്ന സമയത്തിന് മുത്തശ്ശന് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയും. ആദർശ് പറഞ്ഞിട്ട്, ഇനി തൊട്ട് നിനക്ക് കുറച്ചും കൂടെ ചുമതലകൾ, കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. ഇനി മുതൽ കമ്പനിയുടെ പകുതി കാര്യങ്ങളൊക്കെ നീയാണ് നോക്കേണ്ടതെന്ന് പറയുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, അയ്യോ ചേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ എനിക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും വേണ്ടാന്നൊക്കെ പറയും. അന്നേരം ആദർശ് പറഞ്ഞിട്ട്, എടാ, ഇനി തൊട്ട് നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. കുറേ കാലമായി നീ ഇങ്ങനെ ഓരോ തടസ്സങ്ങളൊക്കെ പറയുന്നത്. ഇനി നീ മാനേജർമാർക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കണം. വെറുതെ കുറേ മാനേജർമാരുണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കമ്പനി നല്ല രീതിയിൽ തന്നെ വളരണമെങ്കിൽ നമ്മളും തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അന്നേരം ജലജി ചോദിക്കുന്നത്, അവന് വലിയ താല്പര്യമില്ലാന്ന് അവൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ദേ ഈ അഭിക്ക് കൊടുക്കുക എന്നൊക്കെ പറയും.
അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട് അവന് അധികാരങ്ങളൊന്നും കൊടുക്കാത്തത് എന്താണെന്നുള്ള കാര്യം അവന് നന്നായിട്ടറിയാം. അവനിപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതി നീ നിന്റെ വായടച്ചു വെക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ വീടിൻ്റെ പുറത്തേക്ക് പോകാനുള്ള വഴി അമ്മക്കും മകൻക്കും ഞാൻ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കട്ടെ ജലജ. പിന്നീട് കാണിക്കുന്നത് കനകദുർഗയായിരിക്കും. കല്യാണ ഒരുക്കങ്ങളായിട്ട് നിലവിളക്കും കാര്യങ്ങളും ഇങ്ങനെ തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നവ്യ വന്ന് പറയുന്നുണ്ട്, ഇനി നന്ദുവിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ അച്ഛനോട് കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയണം. ഇനി ഏതായാലും അച്ഛൻ ഇങ്ങനെ കിടന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരം കനകദുർഗ പറഞ്ഞിട്ട്, അങ്ങനെ കട അടച്ചു പൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ആ കടയുടെ വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ സാധിക്കുമല്ലോ. ഈ വീട് തന്നെ ഇപ്പോൾ വാങ്ങിച്ചു തന്നത് ആദർശ് മോനാണ്. ഇനിയും ആദർശ് മോനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയാണ് കനകം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ നയന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. നയന വന്ന് പറയുന്നുണ്ട്, അതെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അനി ഇപ്പോൾ കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങി. കമ്പനിയിലൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ ബ്രാഞ്ചാണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ സീസൺ അല്ലാഞ്ഞിട്ട് പോലും നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള സന്തോഷത്തിലാണ് അനന്തപുരി വീട്ടിലെ എല്ലാവരും എന്നിങ്ങനെ നയന പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നന്ദുവിനും ഒരുപാട് സന്തോഷമായിരിക്കും. അന്നേരം കനകദുർഗയാണെങ്കിൽ നന്ദുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ നിനക്ക് എന്താണ് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി ഇവിടെ വന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യം തന്നെയല്ലേ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ പിന്നെ സന്തോഷിക്കാതെ കരയണോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ നവ്യക്ക് വിഷമായിരിക്കൂടെ. നവ്യ പറയുന്നുണ്ട്, അബിക്ക് അങ്ങനെ നേട്ടങ്ങളൊന്നും കിട്ടില്ല. കാലത്ത് അനിക്ക് നല്ലൊരു കമ്പനി കൊടുത്തപ്പോൾ അവനത് നല്ല രീതിയിൽ തന്നെ നോക്കി. എൻ്റെ അബിക്കാണെങ്കിൽ കമ്പനികളൊന്നും തന്നെ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവൻ്റെ കഴിവുകൾ തെളിയിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുന്ന സമയത്തിന് നയനക്ക് ഭയങ്കര ദേഷ്യമായിരിക്കൂടെ. തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. ആ സമയത്തിന് കനകദുർഗ പറയുന്നുണ്ട്, അവൻക്ക് കൊടുത്ത ജ്വല്ലറിയിൽ വെച്ച് അവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ആ വീട്ടിലെല്ലാവരും അവനെ തരം താഴ്ത്തിയത് എന്നും പറയും. അത് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, എൻ്റെ അബി എന്ത് തെറ്റ് ചെയ്തതാണ് നിങ്ങൾ ഈ പറയുന്നത്? അവിടെ ആ കുടുംബക്കാരെ മൊത്തം നാണം കെടുത്തിയ ഒരു മനുഷ്യനാണ് ആദർശ്. അയാളെ വെള്ളപൂശാനും അയാൾക്ക് സപ്പോർട്ട് കൊടുക്കാനാണ് അവിടെ എല്ലാവരും മത്സരിക്കുന്നത്. അത്രമാത്രം വൃത്തികേടാതായാലും എൻ്റെ ഭർത്താവ് അബി ചെയ്തിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അബി എൻ്റെ ഭർത്താവ് തന്നെയാണ് മിടുക്കൻ എന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കാണ് നവ്യ. അന്നേരം നന്ദു പറഞ്ഞിട്ട്, ചേച്ചി ആ രീതിയിലൊന്നും സംസാരിക്കരുത്. ആദർശേട്ടൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും അബിക്കില്ല എന്ന് പറയുന്ന സമയത്തിന് നവ്യക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അബിക്ക് എന്താടി കുഴപ്പം? ഏതായാലും ആദർശിനെ പോലെ ഒരു വൃത്തി കെട്ടവനൊന്നുമല്ല എൻ്റെ അബി എന്ന് പറയും. അന്നേരം നയന പറഞ്ഞിട്ട്, അതെ എന്നെ ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ ആദർശേട്ടനെ പറയരുത് എന്ന് പറയുന്ന സമയത്തിന് നവ്യക്ക് ദേഷ്യം വരും. അന്നേരം നവ്യ പറഞ്ഞിട്ട്, അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. അബി എൻ്റെ ഭർത്താവാണ്. അപ്പോൾ പിന്നെ അവനെ പറ്റിയിട്ട് ഇല്ലാത്തതാരെങ്കിലും പറഞ്ഞാൽ എനിക്കും അത് കേട്ടാൽ ഇഷ്ടപ്പെടില്ല എന്ന് പറയും. അന്നേരം കനകദുർഗ പറഞ്ഞിട്ട്, അബിയെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന സമയത്തിന് നവ്യ പറഞ്ഞിട്ട്, വേണ്ട ഇനിയിപ്പോൾ ഈ രീതിയിലുള്ള സംസാരമൊന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ട. അത് പിന്നെ വഴക്കിലെ കലാശിക്കൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരാരും അതിനെ പറ്റിയിട്ടൊന്നും മിണ്ടുന്നില്ല. നന്ദു അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏതായാലും അനിയുടെ പേരിലുള്ള എല്ലാ പരാതിയും മാറിയല്ലോ. അവൻ ഏതായാലും ബിസിനസ്സിൽ ശ്രദ്ധിക്കാനും തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ ഏതായാലും ആ കാര്യം പറഞ്ഞാൽ ആരും നടക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ നന്ദു ആത്മവിശ്വാസത്തോടു കൂടെ പറയുന്ന സമയത്തിന് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിപ്പോവുകയാണ്. കാരണം ഇനി ഒരു പക്ഷേ നന്ദു ആയിരിക്കും അനിയെ ഈ രീതിയിൽ മാറ്റിയെടുത്തത് എന്നുള്ള സംശയം. നന്ദു അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് ചെന്നിട്ട് അനിയെ വിളിച്ചിട്ട് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയും. നീ ചെലവ് ചെയ്യണമെന്ന് പറയുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, അതിന് ചെലവ് ചെയ്യാൻ നിന്നെ ഒന്ന് മര്യാദക്ക് കിട്ടണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, 2 ദിവസത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ ആ വീട്ടിൽ നിന്നങ്ങ് മുങ്ങ്. 2 ദിവസത്തേക്ക് ഞാനും നിൻ്റെ കൂടെ വരാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കാമെന്നൊക്കെ പറയും. അന്നേരം നന്ദു പറഞ്ഞിട്ട്, അയ്യടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനത്തിലേക്കും വരണ്ട കേട്ടോ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഈ ഒരു സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നയന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും എടാ ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മറുപടി പറയാതെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ് നന്ദു. നയന ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത്? പറയാനുള്ളതൊക്കെ മുഴുവൻ പറഞ്ഞു തീർത്തതിന് ശേഷം ഫോൺ വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് നയന വളരെയധികം വിഷമത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവനെ വിളിക്കരുത് എന്ന്? നീ എന്തിനാ വീണ്ടും അവനെ എങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, ഞാൻ അവനെ ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയും. അന്നേരം നയന പറഞ്ഞിട്ട്, അത് പറയാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നീ ഇപ്പോൾ അവനെ പ്രത്യേകം വിളിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. എന്നിട്ട് പറഞ്ഞിട്ട്, നിൻ്റെയൊക്കെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ഭാഗത്താണെങ്കിൽ പ്രേമം, ഒരു ഭാഗത്താണെങ്കിൽ അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഉപദേശിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ ഉപദേശിച്ചു. എനിക്കും ആദർശേട്ടനൊക്കെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ ഒന്നിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ മുന്നിൽ ഒരുപാടധികം കടമ്പകളുണ്ട്. ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിഷമത്തോടെ നയന അവിടെ നിന്നും പോകുന്നത്. നയനയുടെ വാക്കൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നന്ദുവിനും ആകെ വിഷമാവുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് സച്ചിദാനന്ദൻ്റെ അച്ഛൻ വന്നിട്ട് സച്ചിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിശ്ചയത്തിൻ്റെ ദിവസം അടുത്തുള്ള 2-3 ബന്ധുക്കളെ മാത്രമേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളൂ, അതും വലിയ കുഴപ്പമില്ലാത്തവരെ മാത്രം. അല്ലെങ്കിൽ പിന്നെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് കയറി ചെന്നതിന് ശേഷം എന്തൊക്കെയാണ് വിളിച്ചു പറയാമെന്നൊന്നും അറിയത്തില്ല. കൂടെ വരുന്നവരേതായാലും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടേക്ക് വന്ന് നിശ്ചയം കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്കിനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരിരിക്കില്ലല്ലോ പോരുന്നത്. അവരവിടെ ചെന്നിട്ട് നിന്നെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ നിന്നെ പറ്റിയിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനുണ്ടല്ലോ എന്നും പറയും. അപ്പോൾ സച്ചി ചോദിക്കുന്നത്, അതിന് എന്നെ പറ്റിയിട്ട് ഇത്ര മോശമായിട്ട് എന്താ പറയാനുള്ളത്? അല്ലെങ്കിലും കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. അന്നേരം അച്ഛൻ പറഞ്ഞിട്ട്, അത് നേരാ, തൽക്കാലം കുറച്ച് പേരെ മാത്രം വിളിച്ചാൽ മതി. അവരെങ്ങാനും കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിന്റെ നിശ്ചയമൊന്നും വിചാരിച്ച പോലെ നടക്കില്ല. അത്രമാത്രമുണ്ടല്ലോ നിന്റെ കയ്യിലിരിപ്പ് എന്നൊക്കെ പറയുന്ന സമയത്തിന് സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ അച്ഛൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്നാൽ നന്ദുവിൻ്റെ വിവാഹകാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ അനി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിനക്കിപ്പോൾ ജ്വല്ലറിയിൽ കൂടുതൽ അധികാരങ്ങളും പദവിയും ഒക്കെ തന്നില്ലേ, പിന്നെ എന്നിട്ടും എന്താ നിന്റെ മുഖത്ത് യാതൊരുവിധ സന്തോഷവും ഇല്ലാത്തത് എന്ന് ചോദിക്കും. അന്നേരം അനി പറഞ്ഞിട്ട്, എന്നെ ഇപ്പോൾ ഇനി പിടിച്ചിട്ട് മൂർത്തി ജ്വല്ലറിയിലെ MD ആക്കിയാൽ പോലും എനിക്ക് ഒട്ടും തന്നെ സന്തോഷം കാണില്ല. കാരണം ഞാൻ ജീവനോട് സ്നേഹിച്ച് എൻ്റെ പെണ്ണിനെയാണ് ഇപ്പോൾ കല്യാണ നിശ്ചയം നടത്താൻ പോകുന്നത്. അവൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവാണ്. കുറേയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ അവൾ ഇനി മറ്റൊരാൾക്ക് സ്വന്തമാകുന്ന സമയത്ത് എനിക്ക് പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എൻ്റെ മനസ്സ് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും കൈവിട്ടു പോകുമെന്നിങ്ങനെ സങ്കടത്തോടെ പറയാനാണീ. അന്നേരം ആദർശ് പറഞ്ഞിട്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനും നയനയും ഒരു ശ്രമം നടത്തിയതാണ് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അന്നേരം അനി പറഞ്ഞിട്ട്, ആ കാര്യങ്ങളൊക്കെ നന്ദു എന്നെ അറിയിച്ചിരുന്നു എന്ന് പറയുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട്, ഓഹോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ അപ്പം തന്നെ നിന്നെ അറിയിക്കുന്നുണ്ടല്ലേ? അന്നേരം അനി പറഞ്ഞിട്ട്, അതെ, എല്ലാ കാര്യങ്ങളും അവൾ അപ്പം തന്നെ എന്നെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അവളുടെ മനസ്സ് ഒരിക്കലും അവളിനേക്കല്ലെന്നും ഈ കല്യാണം ഒരിക്കലും നടത്താൻ അവൾക്ക് ആഗ്രഹമില്ലെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അവളുടെ മനസ്സെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് പോലും ഞാൻ പറയുന്നത് നിങ്ങളാരും കേട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഏട്ടൻ എല്ലാ അധികാരങ്ങളും എനിക്ക് തന്നാലും മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ട് എന്നെ പ്രഖ്യാപിച്ചാൽ പോലും അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ നന്ദുവിൻ്റെ ഭർത്താവാണ് എന്ന് പറയുന്നതിലാണ്. അതാണ് ഇത്ര കാലം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയായിട്ടും എന്നെ നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇത്ര കാലമായിട്ടും നിങ്ങളാരും എന്നെ മനസ്സിലാക്കിയില്ല എന്നിങ്ങനെ അനി വിഷമത്തോടു കൂടെ പറയുന്ന സമയത്ത് തന്നെ ആദർശനും ആകെ വിഷമായിരിക്കും. എന്നാൽ ഇവരുടെ സംഭാഷണമെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് അവിടെ മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും ആകെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുക